മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി, കരിയാപ്പില. അത്രേ ഉള്ളൂ. ഉപ്പിട്ടിട്ടുണ്ടോ? നോക്കൂ, ഒരു സാധനം ചോദിച്ചാലേ പറയുള്ളൂ. ഇതാണ് ട്രേഡ് സീക്രട്ട് എന്ന് പറയുന്നത്. തങ്കമ്മയുടെ താറാവുകളുടെ ട്രേഡ് സീക്രട്ട് എന്ന് പറയുന്നത് ഈ സാധനമാണ്. ഇതൊരു അന്യായമായ ഒരു താറാവ് മപ്പാസാണ്. ഒഴിക്കട്ടെ ഇവിടെ മുത്തായി ഒഴുക്കി. എന്റെ കണ്ണാന കണ്ണേ കണ്ണാന കണ്ണേ എന്നീതി സായവ. സുഹൃത്തുക്കളെ, എല്ലാവരോടും വലിയ സ്നേഹം, സന്തോഷം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ ആലപ്പുഴ ജില്ലയിലാണ്. നടന്നു വന്നപ്പോൾ ഒരു വലയിൽ കുരുങ്ങി ഒരു കൊറ്റിയെ കിട്ടി. എന്നാൽ പിന്നെ ആ കൊറ്റിയെ വെച്ചുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങളോട് വർത്തമാനം പറയാമെന്ന് വിചാരിക്കും. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, രുചിയിടത്തിലെ ഒരു 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 ഇന്നത്തെ സ്പെഷ്യൽ ഒരു ചെറിയ സാധനം മഴയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും ഇതിനെ അങ്ങ് പറത്തി വിടാം. ഒരു വലയിൽ കുരുങ്ങി കിടന്ന സാധനമാണ്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പോവാം. മഴ 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 നല്ല മഴ. ഇനി ഒരൊറ്റ ഓട്ടമാണ്. ഓക്കെ, ഒഴിച്ചത് എന്താണെന്ന് മനസ്സിലായി. അടുത്തിരിക്കുന്ന ആള് വലിയ പുലിയാണ്. തങ്കമ്മ. രുചിയിടത്തിൽ ഏറ്റവും വലിയ പ്രത്യേകതയുള്ള ഒരു സാധനമാണ് തങ്കമ്മയുടെ താറാവ് കറി. താറാവ് കറി നമ്മൾ ഒരുപാട് സ്ഥലത്ത് നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഞാനും കുറേയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ തങ്കമ്മയുടെ രുചിയിടത്തിലെ താറാവ് കറി കഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു താറാവ് കറിയാണ്. അതുകൊണ്ട് ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. കിട്ടും. പാചകത്തിലൊരു 40 വർഷത്തിൽ കൂടുതൽ, 40-45 കൊല്ലം അല്ലേ? ഇനി ഇട്ടത് ഏതാണെന്നൊക്കെ നന്നായിട്ട് അറിയാം. പതിയെ ഇടാവും. നമുക്ക് അവർക്കൊക്കെ കാണണം ഇത്. അതുകൊണ്ട് ഇത് ഒരുപാട് പേര് തങ്കമ്മയുടെ ഇത് കാണാൻ വേണ്ടി എന്തൊക്കെയാണ് ഇടുന്നതെന്നൊക്കെ ഉള്ള കാണാൻ വേണ്ടി ഒത്തിരി പേരുണ്ട്. ഞാൻ സഹായിക്കാം. മഞ്ഞപ്പൊടി അല്ലേ? മഞ്ഞപ്പൊടി. എന്നിട്ട് അമ്മ ഇത് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കണേ. ഞാൻ പറഞ്ഞു കൊടുത്ത അതിൻ്റെ ശരിയാവും. ഇഞ്ചി വെളുത്തുള്ളി അല്ലേ? ഇഞ്ചി വെളുത്തുള്ളി പറഞ്ഞു. ഉപ്പിടാവേ. വെളിച്ചെണ്ണ, കടുകൊക്കെ അറിയാം. വെളിച്ചെണ്ണ, കടുക്, അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക്, സവാള, ഉപ്പ്, അതിനുശേഷം പിന്നെ മഞ്ഞപ്പൊടി, മീറ്റ് മസാലയാണ് ഇത് അല്ലേ? ഇതിവിടെ അമ്മ പൊടിക്കണാണ്. മീറ്റ് മസാല ഇത്രയായേ. തീ കുറയ്ക്കാൻ തോന്നണല്ലേ? കരിയാപ്പില. താറാവ് കറി എന്ന് പറഞ്ഞ താറാവ് കറിയല്ല, താറാവ് മപ്പാസല്ലേ? മഴയുടെ നല്ല കുഴപ്പമില്ല. ഇന്നലെയൊക്കെ മഴയുണ്ടായിരുന്ന? ഇല്ല, മഴയില്ല. ഇല്ല. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് തേങ്ങാപ്പാൽ അല്ലേ? മതി. തേങ്ങാപ്പാലേ? വെള്ളം. ഇത് എന്ത് വെള്ളമാണ്? തേങ്ങ വെള്ളം. അത്രയും വേണം? വേണ്ട വേണ്ട, ഇനി വേണ്ട. ഒന്ന് തിളക്കട്ടെ. തിളയ്ക്കുമ്പോ
തീ കൂട്ടുക അല്ലേ? ഉം. ആ ഇനി തിളക്കണം അല്ലേ? ആ തിളക്കട്ടെ. അപ്പൊ ഇത് ഒന്നുകൂടെ പറയൂ. പറയാം ഏഹ് പറയാം. ഇത്രയും സാധനങ്ങളെ ഉം. ഇതിപ്പോ ഇത് നാടത്താറാവല്ലേ? ആ കുടിക്കില്ല. ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളമാണോ? അല്ല, ഇത് പകുതി പുഴുങ്ങി വെച്ചിരിക്കണേ. പുഴുങ്ങിയപ്പോ എന്തൊക്കെ ഇട്ട്? ഇഞ്ചി വെളുത്തുള്ളി ഇതിന് അന്നേരം വേണ്ടി. ഇഞ്ചി വെളുത്തുള്ളി കരിയാപ്പല മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി. ഇതൊന്ന് ഓർഡറായിട്ട് പറയാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ പറയാത്തതെന്ന് പറഞ്ഞാൽ തങ്കമ്മയുടെ വലിയൊരു സീക്രട്ടാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ യൂട്യൂബിലൂടെ കണ്ട് സ്വാഭാവികമായിട്ട് ഇതാരെങ്കിലും ചെയ്യുമെന്നുള്ള വലിയ ഐഡിയയിൽ അതിൻ്റെ മര്യാദയ്ക്ക് പറയുന്നു. ആദ്യം മുതൽ മര്യാദയ്ക്ക് പറയുന്നു. ഇപ്പോൾ ഒഴിച്ചത് തേങ്ങാപ്പാൽ. ഇനി ഇത് പുഴുങ്ങി വെച്ചെങ്ങനെ എന്തൊക്കെ ഇട്ട്? ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞപ്പൊടി കരിയാപ്പല. അത്രേ ഉള്ളൂ. ഉപ്പിട്ടിട്ടുണ്ടോ? നോക്കൂ, ഒരു സാധനം ചോദിച്ചാലേ പറയുള്ളൂ. ഉപ്പിട്ടിട്ടുണ്ട്. എന്റെ പൊന്നു മോനെ പറയല്ലേ, നമ്മൾ ചോദിച്ച ഇടയ്ക്കൊന്ന് ചോദിച്ചാൽ അല്ലാതെ പറയൂല. ഇതാണ് ട്രേഡ് സീക്രട്ട് എന്ന് പറയുന്നത്. രുചിയിടത്തിന്റെ ഈ താറാവുകളുടെ തങ്കമ്മയുടെ താറാവുകളുടെ ട്രേഡ് സീക്രട്ട് എന്ന് പറയുന്നത് ഈ സാധനമാണ് എന്ന് പറഞ്ഞാൽ ഇവര് പറയൂല. നമ്മൾ അങ്ങോട്ട് കിണ്ടി ചോദിച്ചാല് പറയൂ. ആ മറ്റേത് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ശരി മക്കളെ ഇട്ടിട്ടുണ്ട് എന്നൊക്കെ പറയും. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അന്യായമായ ഒരു താറാവ് മപ്പാസാണ്. ഇതില് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ പേനയും പേപ്പറും എടുത്ത് ഇരുന്ന് എഴുതി കൊടുത്തോളാം. ഇവരെ കിട്ടൂല, ഇവര് സ്കിപ്പ് ചെയ്ത് ചാടിക്കളയും. ഇവിടെ മുത്തായി വഴിക്ക് മുത്ത എന്റെ മുത്തേ വഴി മുത്തേ. ഇത് കഴിച്ചിട്ട് ഇതെല്ലാം റെഡിയാക്കിയതിനു ഞാനും തങ്കമ്മയും കൂടെ ഒരു അംഗം ഉണ്ട്. നോക്കിയാ ഇവിടെ ഇടി മസാല എല്ലാം കൂടെ ഇട്ടതാണ്. ഇടി മസാല അങ്ങനെയൊന്നും പറയരുത്. ഇടി മസാല എന്തൊക്കെയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയണം. ഈ മസാല എല്ലാം കൂടെ ഇട്ടാൽ പിന്നെ എല്ലാം കൂടെ എന്ന് പറഞ്ഞാൽ ഇതാണ് കള്ളത്തരമെന്ന് പറഞ്ഞ ഈ സാധനം വെളി പറയില്ല. കള്ള മസാല, ഏലക്ക, ഗ്രാമ്പു, കച്ചോലം, എല്ലാ സാധനവും, മറ്റേ ജാതി അല്ലേ, 4 ഉള്ളൂ. പെരുംജീരകം. ആരെങ്കിലും പഠിച്ചാലോ എന്നുള്ളൊരു പ്രശ്നം ഒരു മനുഷ്യൻ ചെയ്യരുത്. ഇവിടെ നിൽക്കുന്നവരെല്ലാരും പറയുന്നതാണ് ഒരു മനുഷ്യൻ ഇത് ചെയ്യരുത്. ഇത് ഇവിടെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ തങ്കമ്മ വേണം. കുരുമുളക് പൊടി ഇതിൽ എന്തൊക്കെ ചേർത്തിട്ടുണ്ട്? മാത്രം. അവിടെയാണ് തങ്കമ്മയുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം. കുരുമുളക് പൊടിയിൽ പിന്നെ എന്തോന്ന് ചേർക്കാൻ. അപ്പൊ ഇടി ഞാൻ ഒന്നും പറയല്ലേ, ഇടുവാണ്. ഇത് ഇന്നത്തെ സ്പെഷ്യൽ തങ്കമ്മയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. നമ്മൾ വെറും ഓരോടെ മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത് ഏലക്ക. അപ്പൊ മറ്റേ മസാലയിൽ അത് ചേർത്തത് അതല്ല, ഏലക്ക വേണം, വീണ്ടും വേണം. പ്രത്യേകം പ്ലീസ് നോട്ട് ദ പോയിന്റ്. പ്ലീസ് നോട്ട് ദാറ്റ് പോയിന്റ്. കണ്ട, ഏലക്ക നേരത്തെ മസാലയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അഡീഷണൽ ഈ സാധനം അതൊക്കെ ടേസ്റ്റിന്റെ വലിയ ഒരു രഹസ്യം എന്ന് പറയണം. ഇനി ഇട്ടോ നമ്മുടെ ഏറ്റവും ഇത് 2 കരിയാപ്പില കൂടെ ഇട്ടു. കണ്ട വേണമെങ്കിൽ 2 കരിയാപ്പില കൂടെ ഇട്ടോ. ഇതാണ് നമ്മുടെ ഈ അളന്ന് നോക്കി ഭക്ഷണം നമ്മൾ ഒരിക്കലും നമുക്ക് ചെയ്യാനും പറ്റൂല. ഇതിൽ എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നത് കൃത്യമായിട്ട് നമുക്ക് പറയാനും പറ്റില്ല. ഇതാണ് ഇതിന്റെ ഒരു കൈപ്പുണ്യം എന്ന് പറയുന്ന സാധനം. വേണമെങ്കിൽ ഇട്ടോ, ഞാൻ ചോദിച്ചില്ല കേട്ടോ. വേണമെങ്കിൽ 2 കരിയാപ്പില കൂടെ ഇട്ടോ എന്ന് പറഞ്ഞത്. ഇനി നോക്കട്ടെ, ഇത് താറാവ് തേങ്ങ അരച്ച് വെച്ചാൽ നമ്മളിവിടെ മപ്പാസ് അല്ലേ? മപ്പാസ്. ഇതിന്റെ ടേസ്റ്റ് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ്. ഉപ്പുണ്ടോ എന്ന് ചോദിച്ചുണ്ടോ? ശകല ഉപ്പ് ഒരു അല്പം കൂടെ ഇടാം. അല്പം കൂടെ ഇടാം. കാര്യം തേങ്ങ കയറിയപ്പോഴേ
അമ്മ തേങ്ങ കയറിയപ്പോഴേ നേരത്തെ നമ്മൾ ഇട്ട ഉപ്പ് കറക്റ്റ് ആയിരുന്നേ. തേങ്ങ സ്വാഭാവികമായിട്ടും അതിനകത്ത് എന്താണ് എടുത്തോണ്ട് വരാൻ പോയിട്ടുണ്ട്. എന്താണ് ഇനി ഒരു പരിപാടി വരട്ടെ, കാണിക്കാം. പരിപാടി കൂടെ ഉണ്ട്. ഇത് ആരെ കാണാതിരിക്കാൻ വേണ്ടി രഹസ്യമായിട്ട് എടുത്തോണ്ട് വന്നേ. വെളിച്ചെണ്ണ ഒഴിക്കാണേ. പച്ച വെളിച്ചെണ്ണയാണ് അല്ലേ? കടുക് പൊട്ടിച്ച് വെക്കാം. കടുക് താളിച്ച വെളിച്ചെണ്ണ. നേരത്തെ ഇവിടുത്തെ മറ്റ് കറികൾക്ക് കടുക് താളിച്ച വെളിച്ചെണ്ണ വേണ്ട. ഇതാണ് ഇതിന്റെ അകത്തുള്ള പൊടിക്കൈ. ഇതൊന്നും നമ്മുടെ വീട്ടിലെ മറ്റ് കറികൾക്ക് കടുക് താളിച്ച വെളിച്ചെണ്ണ നമ്മളൊന്നും എടുത്ത് വെക്കാറ്. എന്ന് പറഞ്ഞാൽ വീട്ടിലെ വളരെ കുറച്ചല്ലേ അമ്മ ചെയ്യോ? എന്നാലേ നാളെ ഞങ്ങൾക്ക് ആള് വരുള്ളൂ. ഞങ്ങൾ ഇതുപോലെ ചെയ്തില്ല, ഞങ്ങൾക്ക് നാളെ ആള് കിട്ടുള്ളൂ. അവർക്കേ വൃത്തി രുചിക്ക് കൊടുത്തെങ്കിലേ നാളെ ഞങ്ങൾക്ക് കിട്ടുള്ളൂ. അല്ലാതെ പറ്റുമോ? ഇതാ മുത്ത്. എങ്കിലേ ഞങ്ങൾക്ക് നാളെ പറ്റത്തുള്ളൂ, ഇത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ശകലം അല്പം കൂടെ ഉപ്പ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം റെഡിയാണ്. അപ്പൊ തങ്കമ്മ എനിക്ക് പറഞ്ഞ ഈ മപ്പാസിലൂടെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പമാണ്. അപ്പം വേണം. പൊറോട്ടയോ അപ്പം എന്തെങ്കിലും. പൊറോട്ട അമ്മയ്ക്ക് ഇഷ്ടമാണ്. അപ്പം തിന്നും. അപ്പം ഉണ്ടോ? പിന്നെ അപ്പം തീർന്നു കാണുമായിരിക്കും. അപ്പം ഉണ്ടോ സരീഷേ? നമ്മൾ വലിയ ഔപചാരികതയൊന്നും ഇല്ലാത്ത വലിയൊരു സംഭവമാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വിളിച്ച് ചോദിക്കാം. ഇതിന്റെ ഇവിടെ കൊണ്ടുവരികയും ചെയ്യും, ഒക്കെ ചെയ്യും. ചാറ് വേണമെങ്കിൽ ചോദിക്കും. അപ്പല്ലേ നല്ലത്? അപ്പം താറാവ് കറിയാണ്. അതിന്റെ നന്നായി വരട്ടെ. അപ്പൊ എന്തായിരുന്നാലും ഈ ഇമാതിരി സാധനങ്ങളൊന്നും തങ്കമ്മ കഴിക്കൂല. ഇവർക്ക് ഇതൊക്കെല്ലാം ഇറച്ചി കഴിക്കില്ല. ബീഫ് മാത്രമേ ഇച്ചിരി കൂട്ടില്ല, അതൊന്നും കൂട്ടത്തില്ല. അയ്യടാ, അപ്പൊ ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ നന്നായിട്ട് അറിയാം. പക്ഷെ ഇതൊന്നും കഴിക്കൂല എന്നുള്ളതാണ്. പക്ഷെ നല്ല മഴയും വരുന്നു. ഈ രുചിയിടത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത രുചി മാത്രമല്ല, നല്ല കാഴ്ചയാണ്. ഞാൻ തങ്കമ്മയും കൂടെ അവിടെ എവിടെയെങ്കിലും ഇരുന്ന് ഇത്തിരി നേരം രണ്ട് കൊച്ചുവർത്താനം പറഞ്ഞ് ഒരു ശകലം താറാവ് കറി, ഇത്തിരി കപ്പയും, അമ്മയ്ക്ക് ശകലം മീൻ കറി അല്ലേ? അപ്പൊ കപ്പ നമ്മൾ രണ്ടുപേരും കഴിക്കുമല്ലോ. അപ്പൊ എനിക്ക് താറാവ്, അമ്മയ്ക്ക് മീൻ കറി. ഈ തിളയ്ക്കുന്ന ഈ സാധനം ഞങ്ങൾ ഇപ്പൊ ചുമന്നോണ്ട് പോകും. അപ്പോൾ നമ്മുടെ രുചിയിടത്തിലെ ഇന്നത്തെ സ്പെഷ്യലിൻ്റെ താറാവ് മപ്പാസ് റെഡി ആയിട്ടുണ്ട് തങ്കമ്മയുടെ. ഇവിടെ ഇരുന്ന് ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഈ മഴയും കൂടെ പെട്ടുമ്പോഴേ ഭയങ്കര രസമാണ്. തങ്കമ്മ ഇവിടെ വയ്ക്കും, ഇവിടെ വയ്ക്കും. അമ്മയ്ക്ക് വറ്റക്കറിയല്ലേ? എനിക്ക് താറാവ് വറ്റക്കറി. ഇത്രയും സാധനങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഈ പുന്നാര കിളവി ഇതൊന്നും കഴിക്കൂലെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. അപ്പം മീൻ കറി മതിയല്ല? മീൻ കറി. ജയൻ ചേട്ടാ എന്താണിത്? വരാല? ആ, ഇത് വരാല്. തങ്കമ്മയ്ക്ക് കപ്പ എടുക്കട്ടെ. ഇതിൽ വയ്ക്കണം, ഇതിൽ വയ്ക്കണം. ഒരുമിച്ച് കഴിക്കാമെന്ന് ഒന്ന് ആദ്യം ഇതൊന്ന് കാണിച്ചു കൊടുത്താൽ. ഇതിലൊന്ന് കഴിക്കണം എങ്ങനെയാണെന്ന്. മുക്കുക. ഇനി ആ താറാവ് കറി എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഒരു കഷ്ണം. ആദ്യം ഇതിൻ്റെ ഗ്രേവിയാണ്. ഗ്രേവിയില്ലേ, താറാവിൻ്റെ ഗ്രേവിയായി. കാര്യം തേങ്ങാപ്പാൽ ഒഴിച്ചാണ്. അതിനങ്ങനെ കുഴച്ച് പിടിക്കണം അല്ലേ? പിടിച്ച് ഒരുപാട് നല്ല പേസ്റ്റ് പോലെ ആവാൻ നേരത്ത് നമ്മളിതെടുത്ത് അതെങ്ങനെ സൗണ്ട് കൂടെ പറഞ്ഞാണ്?
ഒരൊറ്റ പിടി. അത് തന്നെ സൗണ്ട് ഒന്ന്. സത്യം പറഞ്ഞാൽ ഇത് ഇറച്ചി കഴിക്കണ്ട, ഇതിൻ്റെ ഗ്രേവിയാണ്. അതിനകത്താണ് തങ്കമ്മയുടെ ബിരുദം എന്ന് പറഞ്ഞാൽ അതിനകത്താണ്. എന്നാ പറഞ്ഞാൽ പിന്നെ ഇറച്ചി കൊള്ളൂലെന്ന് ചോദിക്കും. ഇറച്ചിയും കൊള്ളാം. ഓ അന്യായം, പറയാതിരിക്കാൻ നിവർത്തിയില്ല. രുചിയിടത്തിൽ തങ്കമ്മയുടെ താറാവ് കറി ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ സ്വാഭാവികമായിട്ട് ഇത്രയും നേരം എൻ്റെ കൂടെ നിന്ന തങ്കമ്മയ്ക്ക് ഞാൻ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എന്ത് തോന്നും? കണ്ണാന കണ്ണേ കണ്ണാന കണ്ണേ എൻ നീതി സായവ. കണ്ണാന കണ്ണേ ഭയങ്കര മഴ. കണ്ണാന കണ്ണേ എൻ നീതി സാ. അടുത്ത ആഴ്ച കാണാമേ. വേറെ വിശേഷങ്ങളൊന്നുമില്ല, ഒന്നും പറയണമില്ല. സന്തോഷമല്ല, സ്വന്തമായിട്ട് കറി വെച്ചിട്ട് സ്വന്തമായിട്ട് പറയുന്ന അടിപൊളിയായിരുന്നു. അപ്പോൾ വിശേഷങ്ങളൊന്നുമില്ല എന്നും പറഞ്ഞ പോലെ തന്നെ എല്ലാവരോടും വലിയ സ്നേഹം, വലിയ സന്തോഷം. അടുത്ത ആഴ്ച അടുത്ത സ്പെഷ്യൽ. ഇനി ഇതങ്ങോട്ടിരുന്ന് വിശാലമായിട്ട് നമ്മൾ കഴിക്കും.